ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒക്ടോബർ മാസം കാവൽ മാലാഖമാരുടെ വണക്കമാസം 2-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ആരാണ് മാലാഖ, എന്താണ് മാലാഖയുടെ ധർമ്മം, അതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. മാലാഖ നമ്മുടെ ജീവിതത്തിൽ സഹായിക്കുന്നുണ്ട് എന്നും മാലാഖമാർ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് എന്നും എന്നാൽ എല്ലാ സൃഷ്ടികളെയേക്കാൾ ഒരുപടി മുകളിലായി അവരുടെ പ്രഭയുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കി. വീണ്ടും ഇന്നത്തെ ദിവസം നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ മധ്യവർത്തിയായി ശുശ്രൂഷിക്കുന്ന മാലാഖമാരെ കുറിച്ചാണ്. മാലാഖമാർ ദൈവത്തിൻ്റെ സേവകരും സന്ദേശവാഹകരുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി എങ്ങനെയാണ് മാലാഖമാർ കടന്നു വരിക? വചനത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാലും സഭാഭരണങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണുവാനായിട്ട് ദൈവം മാലാഖമാർക്ക് കഴിവുകൾ കൊടുത്തു എന്ന് ഇന്നലെ നമ്മൾ കണ്ടു. ബുദ്ധിശക്തിയും ഇച്ഛാശക്തിയും വ്യക്തിത്വവും ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന മാലാഖമാരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കഴിവാണ്, അല്ലെങ്കിൽ മാലാഖമാരുടെ ഒരു സഞ്ചാരത്തെക്കുറിച്ച് ഇങ്ങനെയാണ് നമ്മൾ കാണുക. അവർ വായുവേഗത്തിൽ സഹായം, ദൈവമക്കളായ നമ്മുടെ പക്കലേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു വരുന്ന മാലാഖമാർ വായുവേഗത്തിൽ സഞ്ചരിച്ചെത്തുന്നു, ഇല്ലെങ്കിൽ ഇടിമിന്നൽ കൊടുങ്കാറ്റിനെ പോലെ സഞ്ചരിക്കുന്നു, ഇല്ലെങ്കിൽ ഇടിമിന്നൽ പോലെ സഞ്ചരിക്കുന്നുവെന്ന് വേണമെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവർ വരുന്ന വഴികളിലെല്ലാം പ്രകാശം പരത്തിക്കൊണ്ടാണ് കടന്നു വരുന്നത്. തീനാളം പോലെ പ്രകാശം പരത്തുവാനും ഇടിമിന്നൽ പോലെ സഞ്ചരിക്കുവാനും മാലാഖമാർക്ക് കഴിവുണ്ട്. അതിന് വ്യക്തമായ തെളിവ് നമുക്ക് കാണുവാൻ സാധിക്കും. വചനത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അപ്പോസ്തല പ്രവർത്തനം 12-ാം അധ്യായം 7-ാം വചനം. അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 7-ാം വചനം ഇങ്ങനെയാണ് പറയുക: പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷനായി, ആ മുറിയാകെ പ്രകാശം പരന്നു. അപ്പോൾ അവൻ്റെ കൈകളിൽ നിന്നും ചങ്ങലകൾ പൊട്ടി താഴെ വീണു. കർത്താവിൻ്റെ ദൂതൻ അവനെ കാരാഗൃഹത്തിന് വെളിയിലേക്ക് നയിച്ചു. അപ്പോൾ അവിടെ കാണുക, പത്രോസ്ലീഹായെ കാരാഗൃഹത്തിൽ കർത്താവിന് മാലാഖ വന്ന് സഹായിക്കുന്ന, അല്ലെങ്കിൽ കാരാഗൃഹത്തിൽ നിന്ന് രക്ഷിക്കുന്ന സംഭവത്തെക്കുറിച്ചാണ് അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം 12-ാം അധ്യായത്തിൽ കാണുക. അതിൻ്റെ 7-ാം വചനം ഇങ്ങനെയാണ് പറയുക: പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷനായി. ഇടിമിന്നൽ പോലെ, കൊടുങ്കാറ്റ് പോലെ പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷനായി. ആ മുറിയാകെ പ്രകാശം പരന്നു. പത്രോസ്ലീഹായിരുന്ന ആ കാരാഗൃഹം മുഴുവനും ഇരുളിൻ്റെ ആ തടവറയിൽ, ഇരുട്ടായിരുന്ന തടവറയിൽ പെട്ടെന്ന് പ്രകാശം, തീനാളം പോലെ പ്രകാശം പരത്തിക്കൊണ്ടാണ് മാലാഖമാർ കടന്നു വരിക. ഹല്ലേലൂയ! ശ്രമയർത്തി ഹല്ലേലൂയ! കർത്താവിൻ്റെ മാലാഖമാർ പ്രകാശം പരത്തിക്കൊണ്ട് ദൈവമക്കളെ സഹായത്തിനായിട്ട് കടന്നു വരുന്നു. നമുക്കറിയാം, ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. ലൂസി, ജസീന്ത, ഫ്രാൻസിസ്കോ, ഈ 3 കുഞ്ഞുങ്ങൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട് സന്ദേശം കൊടുത്തതിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഫാത്തിമ മാതാവിൻ്റെ തിരുനാളൊക്കെ നമ്മൾ ആഘോഷിക്കാറുണ്ട്. ഈ 3 കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിച്ച് ദൈവത്തോട്, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്ന ഈ 3 കുഞ്ഞുങ്ങൾക്ക് മാതാവ് സന്ദേശം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ, അവരുടെ മുമ്പിൽ മാതാവ് പ്രത്യക്ഷപ്പെടുന്നതിന് കുറച്ച് നാൾ മുമ്പ് തന്നെ മിഖായേൽ മാലാഖ ഈ 3 കുഞ്ഞുങ്ങൾക്ക്, ഈ 3 പേർക്ക് സന്ദേശം കൊടുത്തിരുന്നുവെന്ന് ചരിത്രങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. ഈ 3 കുഞ്ഞുങ്ങളും വയലിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ വിശുദ്ധരായി ജീവിച്ച, പ്രാർത്ഥിച്ച് ആത്മീയമായിട്ട് നന്നായിട്ട് മുമ്പോട്ട് പോയ ഈ 3 പേരും പ്രാർത്ഥിച്ച് വയലിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് ഇതൊക്കെ സംഭവിക്കുക. ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് ഈ 3 പേരും ആടുകളെ മേയിച്ചുകൊണ്ട് ഒരു കുന്നിൻ്റെ ചെരുവിലൂടെ നടന്നു പോവുകയാണ്. പെട്ടെന്ന് മഴ ചാറാൻ തുടങ്ങി. ഈ മഴ ചാറി വന്നപ്പോഴേക്കും മഴയിൽ നിന്ന് രക്ഷ നേടുവാൻ, മഴ നനയാതിരിക്കുവാൻ വേണ്ടി ഇവർ തൊട്ടടുത്ത് നോക്കിയപ്പോൾ ഒരു കല്ലുകൊണ്ട് 2-3 കല്ലുകൾ ചാരി വെച്ചിരിക്കുന്ന പോലെ ഒരു ചെറിയൊരു ഗുഹ അവർ കണ്ടു. അപ്പോൾ മഴ നനയാതെ ആടുകളെ കാണാം, ആടുകളെ മേയിച്ചുകൊണ്ട്, ആടുകളെ നോക്കിക്കൊണ്ട് മഴയിൽ നിന്ന് അഭയം തേടി ഈ ഗുഹയ്ക്ക് ഉള്ളിലേക്ക് അവർ കയറി നിന്നു. അവിടെ നിന്ന് അവർ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ, അവിടെ നിന്ന് ഇവർ 3 പേരും പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം യാചിച്ച് ജപമാല കയ്യിലെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ കാണുകയാണ്, അന്തരീക്ഷത്തിലൂടെ ഒരു തീഗോളം, വലിയൊരു അഗ്നിഗോളം ഇവർ നിൽക്കുന്ന ഗുഹയ്ക്ക് നേരെ ഇങ്ങനെ പാഞ്ഞു വരുന്നു. ആദ്യമേ ഇവർക്ക് പേടി തോന്നി, എന്നാലും ഇവർ വീണ്ടും ജപമാല തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ തീഗോളം ഇവർ നിന്നിരുന്ന ഈ ഗുഹയ്ക്ക് മുമ്പിൽ അന്തരീക്ഷത്തിൽ വന്ന് നിൽക്കുകയാണ്. ഈ തീഗോളത്തിൻ്റെ മുകളിലായിട്ട്, ഈ തീഗോളത്തിന് ഉള്ളിലായിട്ട് ഇവർ ഒരു മുഖം, സുന്ദരനായ ഒരു യുവാവിൻ്റെ മുഖം കാണുകയാണ്. അഗ്നിജ്വാല ഇവരുടെ ഗുഹയ്ക്ക് മുമ്പിൽ നിൽക്കുന്നു. അന്തരീക്ഷത്തിൽ ഇങ്ങനെ വെറുതെ നിൽക്കുകയാണ്. നല്ല കത്തിയിരിക്കുന്ന വലിയൊരു അഗ്നിജ്വാല പ്രകാശം പരത്തിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ തീഗോളം ഇവരോട് സംസാരിക്കും. ഒരു മുഖം മാത്രമേ ഇവർ കാണുള്ളൂ. ഒരു സുന്ദരനായ ഒരു യുവാവിൻ്റെ മുഖം മാത്രമേ ഇവർ കാണുന്നുള്ളൂ. ഈ മുഖം ഇവരോട് സംസാരിക്കുകയാണ്, ഞാൻ മുഖ്യദൂതനായ മിഖായേൽ മാലാഖയാണ്. ഹല്ലേലൂയ!
ഞാൻ മുഖ്യദൂതനായ മിഖായേലാണ്. മക്കളെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നിങ്ങളെക്കുറിച്ച് വലിയൊരു പദ്ധതിയുണ്ട്. അമ്മ നിങ്ങളെ കാണും, നിങ്ങളുടെ അടുക്കലേക്ക് വരും. മുട്ടിപ്പായി പ്രാർത്ഥിക്കുവാൻ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ, ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ആ അമ്മയുടെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് സന്ദേശവുമായി മിഖായേൽ മാലാഖ തീഗോളമായി ഈ മക്കളുടെ പക്കലേക്ക്, ലൂസി, ജസീന്ത, ഫ്രാൻസിസ്കോ, ഈ 3 പേരുടെയും പക്കലേക്ക് അന്ന് വന്നു. ഹല്ലേലൂയ. അപ്പോൾ ചരിത്രങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. മാലാഖമാർ പ്രകാശം പരത്തുക, ദൈവമക്കളുടെ പക്കലേക്ക് ഞൊടിയിടയിൽ കൊടുങ്കാറ്റ് പോലെ, ഇടിമിന്നൽ പോലെ മാലാഖമാർ കടന്നു വരികയും കടന്നു വരുന്ന വഴികളിൽ പ്രകാശം പരത്തിക്കൊണ്ടാണ് ഇവർ കടന്നു വരിക. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനത്തിൽ നമ്മൾ കണ്ടു, പത്രോസ്ലീഹായെ കർത്താവിൻ്റെ മാലാഖ ഇടിമിന്നൽ പോലെ കടന്നു വന്ന് പ്രകാശം പരത്തിക്കൊണ്ട് വന്ന് സഹായിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കണ്ടു. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വെളിപാട് 4-ാം അധ്യായം അതിൻ്റെ 5-6 വചനങ്ങൾ, വെളിപാട് 4 അതിൻ്റെ 4-5-6 വചനങ്ങൾ കാണുന്നുണ്ട്. സിംഹാസനത്തിന് മുമ്പിൽ മിന്നൽ പിണരുകളും ശബ്ദങ്ങളും ഇടിമുഴക്കങ്ങളും പുറപ്പെടുന്നു. സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിക്കുന്ന 7 തീപ്പന്തങ്ങൾ. ഇടിമുഴക്കങ്ങളും ശബ്ദങ്ങളും പുറപ്പെടുന്നു. സിംഹാസനം ജ്വലിക്കുന്ന 7 തീപ്പന്തങ്ങൾ. മാലാഖമാരുടെ സാന്നിധ്യത്തെക്കുറിച്ച് ജ്വലിച്ചെറിയുന്ന അഗ്നിജ്വാലകളായി മാലാഖമാരെ കർത്താവിൻ്റെ സിംഹാസനത്തിന് മുമ്പിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ സഹായിക്കുന്ന മാലാഖമാർ അവർ ഞൊടിയിടയിൽ സഹായത്തിനായിട്ട് കടന്നു വരുന്നവരാണ്. ഇടിമിന്നൽ പോലെ കടന്നു വരുന്നവരാണ്. പ്രകാശം പരത്തിക്കൊണ്ടാണ് കടന്നു വരിക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും കാണുവാൻ സാധിക്കും മാലാഖ വലിയ പ്രകാശമായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരുന്നത്. അപ്പോൾ പ്രകാശമായി വരുന്ന കാവൽ മാലാഖയെ, മുഖ്യദൂതന്മാരെ, നവർന്ന മാലാഖമാരെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. അവരോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയും തൻ്റെ വിമല ഹൃദയത്തിൽ നമ്മളെക്കുറിച്ച് പദ്ധതിയോടുകൂടി സന്ദേശവുമായി മാലാഖമാരെ അയക്കുന്നുണ്ട്. അപ്പോൾ സഭയോട് ചേർന്ന് ഇന്നത്തെ ദിവസം വണക്കമാസ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. കാവൽ മാലാഖയോട് ചേർന്ന് സംരക്ഷിതയിൽ നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.